ന്യൂസ് റൂമിലെ വിശദമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരാകില്ല. നിയമസഭ നടക്കുന്നതിനാലാണ് ഹാജരാകാത്തത് എന്നാണ് വിവരം. ഇമെയിൽ മുഖാന്തരം അവധിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് സൗത്ത് പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ആലപ്പുഴയിലെ സൗത്ത് പോലീസ് ഏതാണ്ട് 1 മാസത്തിന് ശേഷമാണ് ഈ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് തന്നെ, നോട്ടീസ് നൽകിയത് തന്നെ. അപ്പോൾ അവധിയപേക്ഷ നൽകി, എന്നാൽ എത്താൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണോ ഗൺമാനും സംഘവും? എൽദോ, ഇതിനകത്ത് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പരിമിതികൾ ഉള്ളതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഈ കേസിനകത്ത് ആദ്യഘട്ടം മുതൽ തന്നെ അവർക്ക് അതിന്റെ പരിഗണന തെറ്റിച്ചു പോകുന്നുണ്ട്. കാരണം ഈ കേസ് സംഭവം നടക്കുന്നത് ഡിസംബർ 15-നാണ്. ഈ 15-ന് ശേഷം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയെയും ആലപ്പുഴ സൗത്ത് പോലീസിനെയും ഈ സംഭവത്തിൽ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അജയ് ജുവൽ തോമസും ഒപ്പം തന്നെ ജുവൽ കുര്യാക്കോസും ഒപ്പം തന്നെ തോമസും KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളാണ് ഇവർ സമീപിച്ചെങ്കിലും ഇവർ നൽകിയ പരാതിയിന്മേൽ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇവർ കോടതിയിൽ പോവുകയും കോടതി മുഖാന്തരമാണ് ഒരു കേസ് എടുക്കുന്നത് പോലുമുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ 1 മാസത്തോളം കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ട് 1 മാസത്തോളം പിന്നിടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഈ സംഭവത്തിനകത്ത് ഇതുവരെ മറ്റ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നില്ല. ആ ആക്ഷേപം, അതായത് ഒത്തുകളിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇവർക്ക് നോട്ടീസ് കൈമാറിയത്. ഇപ്പോൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണെങ്കിലും കുറ്റം തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ്. നമുക്കറിയാം, ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായിരുന്നു. ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ അകാരണമായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, ഒപ്പം തന്നെ സന്ദീപ്, കണ്ടാൽ അറിയാവുന്ന 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഇവരാണ് വളഞ്ഞിട്ടടിച്ചത്. വീണ് കിടന്ന ചെറുപ്പക്കാരെ തലയടക്കം തല്ലിപ്പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തോമസിന്റെ തലയ്ക്കാണ് മുറിവുണ്ടായിരുന്നത്, അടിയേറ്റ്. ഒപ്പം തന്നെ അജയുടെ കൈ ഒടിയുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ വലിയ വിമർശനമൊക്കെ ഉണ്ടായെങ്കിൽ പോലും മുഖ്യമന്ത്രി ആ വിഷയം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ആദ്യഘട്ടം മുതൽ തന്നെ ഇത് അറിയില്ല, ഇത് തനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. മാത്രമല്ല, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുക കൂടി ചെയ്തിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയമ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ 1 മാസമായി ഈ കാര്യങ്ങളിൽ ഇവർ യാതൊരു നടപടിയും ഇല്ലാതെ പോലീസ് ഒത്തുകളിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ നിയമസഭയാണ് എന്നുള്ള മറുപടിയാണ് ഇമെയിൽ മുഖാന്തരം ഇവർ അറിയിച്ചിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് ഇനി എന്ന് ഹാജരാകും എന്നതിനെ സംബന്ധിച്ച് അവധിക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിലും എന്നെത്താൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരം നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നിയമസഭാ കാലയളവ് മുഴുവൻ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ ഇവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. സാധാരണക്കാരാണെങ്കിൽ ഒരുപക്ഷെ പോലീസ് അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങിയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നുള്ള എല്ലാ പരിഗണനയും ഈ കേസിൽ സാധാരണ ജനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രതികൾക്ക് ലഭ്യമാകുന്നുണ്ട്. ശരണേ, ഇതിലിപ്പോൾ കേസെടുത്ത് 1.5 മാസമായിട്ടും പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നേരിട്ടെത്തുകയായിരുന്നല്ലോ ഒന്ന് ആലപ്പുഴ സൗത്ത് പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥര്. അപ്പോൾ ഈ അറിയിപ്പ് എപ്പോഴാണ് ലഭിച്ചത് സൗത്ത് പോലീസിന് ഹാജരാകാൻ ഇന്ന് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്? ഇന്നലെ തന്നെ അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. കാരണം രാവിലെ 6 മണിയോടുകൂടി തന്നെ നമ്മൾ അക്കാര്യം അറിയിച്ചിരുന്നു. അതായത് ഇത്തരത്തിൽ ഇന്ന് ഹാജരാവില്ല, നിയമസഭയുണ്ട് എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും നിയമസഭാ കാലയളവ് മുഴുവൻ എന്തായാലും ഈ പ്രതികൾക്ക് ഈ ഒരു ഹാജരാകേണ്ട സാഹചര്യം, കാരണം ഇവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി അവർ നിൽക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഹാജരാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവധി അപേക്ഷ വെച്ചിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുമ്പോഴും എന്നത്തേക്ക് വരെയാണ് അവധി എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കുന്നില്ല നമ്മളോട്. പക്ഷേ അതേസമയം തന്നെ ഈ സംഭവം നമുക്കറിയാലോ എൽദോ വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു സംഭവമാണ്. കാരണം ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് 2 പേര് മാത്രമാണ് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിക്കാൻ നിന്നത്. അവർ റോഡരികിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ലോക്കൽ പോലീസ് അവർ വളരെ കൃത്യമായി അവരെ മാറ്റുന്നു. അവരെ വരുതിയിൽ അവർ ആ പോലീസിനെ അനുസരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ചെറുപ്പക്കാരെയാണ് പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞ് പുറകെ വന്ന വാഹനം നിർത്തി അനിൽ കല്ലിയൂരും സന്ദീപും അടക്കമുള്ള ആളുകൾ അവരെ വലിയ ലാത്തി കൊണ്ട് ഇത്തരത്തിൽ ലാത്തി അടക്കമുള്ള കാര്യങ്ങൾ, സാധാരണ ലാത്തിയല്ലായിരുന്നു, വലിയ ലാത്തിയായിരുന്നു,
ഇത്തരം മുളവടികൾ ഉൾപ്പെടെ വാഹനത്തിൽ വെക്കാമോ ഉദ്യോഗസ്ഥർ എന്നുള്ള സംബന്ധിച്ചൊക്കെ വലിയ ആക്ഷേപം ഉയർത്തുന്നു. കാരണം അതൊരു അവരുടെ നിയമങ്ങൾ മറികടന്നാണ് അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് സുരക്ഷ പോകേണ്ട ഉദ്യോഗസ്ഥർ റോഡിലിറങ്ങി പൊതുനിരത്തിൽ ആളുകളെ തല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആ രീതിയിൽ അത് നിയമം മറികടന്നുള്ള ഇടപെടലാണ് എന്നുള്ളത്. കാരണം ആദ്യം അടി കിട്ടിയത് പോലീസിനാണ്. എന്തായാലും പോലീസ് ആ വിഷയത്തിനകത്ത് കേസൊന്നും എടുത്തിട്ടില്ല. ആദ്യത്തെ അടി വീഴുന്നത് അരൂർ SI സാബുവിന്റെ മുതുകിലാണ്. അതിനുശേഷമാണ് ഈ ചെറുപ്പക്കാർക്ക് കിട്ടുന്നത്. ലോക്കൽ പോലീസ് പകച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും കേരളം മുഴുവൻ അത് ചർച്ചയാവുകയും ഇതിനെ വലിയ വിമർശനം ഉയരുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇപ്പോഴും അത്തരത്തിൽ ഹാജരാകുകയും മറ്റു നടപടിക്രമങ്ങളും സാധാരണ ജനങ്ങൾക്ക് ബാധകമായ എല്ലാ കാര്യങ്ങളും ഇവർക്കും ബാധകമാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്നാണ് ഈ ഒരു അധികാരത്തിന്റെ ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും വലിയ വിമർശനമുണ്ടായ സംഭവത്തിൽ ഇന്നും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹാജരാവില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരാകില്ല. നിയമസഭ നടക്കുന്നതിനാലാണ് ഹാജരാകാത്തത് എന്നാണ് നൽകിയിരിക്കുന്ന വിശദീകരണം. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.